Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me Lerin Davis, your physics master teacher. അപ്പം മക്കളെ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നും അല്ല കേട്ടോ. നമ്മൾ റേ ഒപ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേവ് ഒപ്റ്റിക്സ് കുറച്ച് നമുക്ക് ഈസി ആണെന്ന് പറയാം. കാരണം നമ്മൾ അവിടെ പറയുന്നത് ലൈറ്റ് ഒരു റേ ആണെന്നാണ്, ഇവിടെ നമ്മൾ പറയുന്നത് ലൈറ്റ് ഒരു വേവ് ആണെന്നാണ്. അപ്പം അവിടെ ചെയ്ത ലൈറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സിനെയും കുറിച്ചിട്ട് ഇവിടെയും നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്തു, ഇവിടെയും നമ്മൾ പ്രൂവ് ചെയ്യും. അവിടെ നമ്മൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്തു, ഇവിടെയും നമ്മൾ അങ്ങനെ ചെയ്യും. സോ അങ്ങനെ നമ്മൾ ഇൻ ദ ബിഗിനിങ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തട്ടും എന്താ പറയാ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് നൈസ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റുക. സോ യെസ്, അപ്പോൾ നമ്മൾ വേവ് ഒപ്റ്റിക്സ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. മാം ഇവിടെ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ തന്നെ തരുന്നതായിരിക്കും. വീഡിയോ സൊല്യൂഷൻ ഒക്കെ വേണമെങ്കിൽ ടെലഗ്രാമിൽ നിങ്ങൾ അപ്പം തന്നെ നോക്കിയാൽ മതി, നമ്മൾ റിപ്ലൈ തരും. ടെലഗ്രാമിൽ ഇവിടെ വീഡിയോ ഉണ്ട് കേട്ടോ. സോ നേരെ പോയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. സോ നിങ്ങളുടെ കംപ്ലീറ്റ് ഡൗട്ട് ഒക്കെ അതിൽ സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സംഭവം പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ MVSAT. ഓക്കെ, MVSAT സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് വേദാന്തു നടത്തുന്നത്. മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. സോ ഇത് ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ കേരളത്തിലെ മക്കൾക്ക് നടക്കാൻ പോകുന്നത്. ഡിസംബർ 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത്. ഏത് സമയത്തും 24/7 ഏത് സമയത്തും നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. ആൻഡ് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, രജിസ്ട്രേഷന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിന് നിങ്ങൾക്ക് ഒരുപാട് പ്രൈസസ് ഉണ്ട്. ആൻഡ് ഓൾസോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, ഈ ഒരു ടെസ്റ്റിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ സ്കോളർഷിപ്പോട് കൂടെ 100% വരെ സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. കാരണം നമുക്ക് ഇയർലി വൺസ് ഓർ ട്വൈസ് മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തുള്ളൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു എഡ്ടെക്കാണ് വേദാന്തു എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിലോട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വരുന്നതേ ഉള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടെ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം എന്താ പറയുക ഒരു 50K അടുത്തുകൊണ്ടിരിക്കുവാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മൾ 50K പെട്ടെന്ന് എത്തുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ വലുതാക്കാൻ പോവാണ്. സോ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വേണം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വേദാന്തുവിന്റെ എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ എന്ത് തന്നെ വേദാന്തുവിൽ നടക്കുവാണെങ്കിലും നിങ്ങൾക്കും അതിന്റെ ഭാഗമാകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് MVSAT എന്ന് പറയുന്ന എക്സാമിന് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി സ്കോളർഷിപ്പ് മാത്രമല്ലടാ, നിങ്ങൾക്ക് നമ്മുടെ ഡൗട്ട് സോൾവിംഗ് ആപ്പ് ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും. ലെസ് ദാൻ എ മിനിറ്റ്, ഓക്കെ, ലെസ് ദാൻ എ മിനിറ്റ് മാത്രം, അതായത് 1 മിനിറ്റ് താഴെ സമയം കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ഹൈലൈറ്റ്. സോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ 1 മിനിറ്റ് താഴെ സമയം കൊണ്ട് സൊല്യൂഷൻ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? യെസ്, അപ്പൊ നമ്മുടെ ഡൗട്ട് സോൾവിംഗ് ആപ്പ് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഡൗട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ 3 മാസത്തെ സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് നല്ല റാങ്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ, അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സിനും നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം ആണ്. ആൻഡ് +1 +2 നീറ്റ് ഫോക്കസ് ചെയ്യുന്നവർക്കും JEE ഫോക്കസ് ചെയ്യുന്നവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. സോ നീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇനി ഫ്രീ ആയിട്ട് അവൈലബിൾ ആവും. അതുപോലെ നിങ്ങൾക്ക് JEE ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആണ് കേട്ടോ. ഓക്കെ, ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ അല്ലേടാ? സോ MVSAT-നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ തൽക്കാലത്തേക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ടോക്ക് നിർത്തുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് MVSAT-നെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെ നേരിട്ട് വന്ന് നിങ്ങൾക്കുള്ള റിപ്ലൈസ് തരുന്നതായിരിക്കും. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, രജിസ്ട്രേഷൻ പോസിബിൾ ആകുന്നില്ല, എന്തൊക്കെയോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്, മിസ്സേ ബുദ്ധിമുട്ടാണ് എന്ന് പറയുവാണെങ്കിൽ അത് നമ്മൾ സോർട്ട് ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MVSAT ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ പഠിക്കാൻ പോകുന്നത് വേവ് ഒപ്റ്റിക്സ് ആണ്. സോ ഇത് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് കേട്ടോ. നമ്മുടെ സ്കീം ഓഫ് വർക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. നമ്മുടെ ഡിസംബറിൽ ഫിനിഷ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഓഗസ്റ്റിലൊക്കെ കുറച്ചധികം എന്താ പറയാ നമ്മുടെ മഴക്കെടുതിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ നമുക്ക് പോയല്ലോ. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഈ ഒരു ചാപ്റ്റർ എടുക്കാനുള്ള അത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്മസ് എക്സാമിനും ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സോ വേവ് ഒപ്റ്റിക്സ് അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് പഠിക്കാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനി
ഇനി ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ബോർഡ് എക്സാം നമ്മുടെ ഫോക്കസ് അല്ലേ. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബോർഡ് എക്സാമിന് ഉണ്ടാകും, ഒരു സംശയമില്ല. എല്ലാ പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേവ് ഒപ്റ്റിക്സ് ബോർഡ് എക്സാമിന് ഉണ്ടായിരിക്കും. സോ ആ ബോർഡ് എക്സാമിനാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. സോ ഓൾമോസ്റ്റ് നമുക്കൊരു 4 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളിപ്പം എന്താ പറയാ ഈ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ചാപ്റ്റേഴ്സ്, അതായത് ഓൾമോസ്റ്റ് 70-75% ചാപ്റ്റേഴ്സേ ഉള്ളൂ എങ്കിൽ ഈ ചാപ്റ്ററിനൊക്കെ ഹൈ വെയിറ്റേജ് വരും. ഓക്കെ, നമുക്ക് എന്തായാലും മോർ ദാൻ 5 മാർക്സ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, തുടക്കം ഒക്കെ വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് വേവ് ഒപ്റ്റിക്സ്. അപ്പൊ വേവ് ഒപ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് നീറ്റ് ആണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും നന്നായി പഠിച്ചു പോകേണ്ട ഒരു ചാപ്റ്റർ ആണ്. ക്ലിയർ? യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് എന്താണ്? വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ ടേമിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും തരംഗം, അല്ലെങ്കിൽ നമ്മൾ ഓളം, ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ ഈ സംഭവങ്ങളാണ് നമ്മൾ ഈ വേവ് ഫ്രണ്ട്, വേവ് ലെറ്റ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേവ് ലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തരംഗമാണ്. ഓക്കെ, എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഓളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേവ് ഫ്രണ്ട്. സോ മക്കളെ നോക്കിക്കേ, നമ്മൾ ഒരു കുളമുണ്ട്, ആ കുളത്തിലോട്ട് നമ്മൾ ഒരു കല്ലെടുത്തെറിഞ്ഞു. ഓക്കെ അല്ലെ? ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും? യെസ്, അവിടെ നമ്മൾ ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ കുറെ നമ്മൾ യൂഷ്വലി പറയും വേവ്സ് അല്ലെ. സോ വേവ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു വേവ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണോടാ? അവിടെ ഒരു ഡിസ്റ്റർബൻസ് വേണം. അതായത് വേവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എന്താ പറയാ ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്റ്റർബൻസ് ആണ് അല്ലെ. സോഴ്സ് എന്ന് പറയുന്നത് വേവ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു സോഴ്സ് ഉണ്ടായിരിക്കണം. ഇനി വേവിനെ നമ്മൾ എങ്ങനെയാ പറയാ? ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എനർജി അല്ലെ. ഒരു കൈൻഡ് ഓഫ് എനർജിയാണ്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു എന്താ പറയാ സ്ഥലത്തേക്ക് ഈ എനർജീനെ ട്രാൻസ്ഫർ ചെയ്യലാണ് ഈ വേവിന്റെ ഡ്യൂട്ടി അല്ലടാ. യെസ്. അപ്പൊ നമ്മളിപ്പം ഒരു സ്റ്റോൺ നമ്മൾ എന്താ പറയാ കുളത്തിലോട്ട് ഇട്ടു എന്ന് വിചാരിക്കും. അപ്പൊ ആ സ്റ്റോണിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു, അത് കൈനറ്റിക് എനർജി ആയി. ആ കൈനറ്റിക് എനർജീനെ ഇങ്ങനെ ഇത് എന്ത് ചെയ്യും? യെസ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വേവിന്റെ ഫോമിൽ, ഓക്കെ, വേവിന്റെ രൂപത്തിൽ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ എന്താണ് വേവ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓൾസോ നിങ്ങൾ പ്ലസ് 1 കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ യെസ്, അപ്പൊ നമ്മളിവിടെ വേവ് ആണ് നമ്മുടെ മെയിൻ ടോപ്പിക്. അവിടെ നമ്മൾ പറയുവാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ്, ഓക്കെ, ഒരു പോയിന്റ്, ഒരു ചെറിയൊരു പോയിന്റിൽ നമ്മളൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? യെസ്, അവിടെ ഇങ്ങനെ n നമ്പർ ഓഫ് തരംഗങ്ങൾ ഉണ്ടാവും. ഓക്കെ, തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേവ് ലെറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെ ഒരുപാട് വേവ് ലെറ്റ്സ് ഇങ്ങനെ ഉണ്ടായിരിക്കും, ഒരുപാട് വേവ് ലെറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലെ. ഒരു പോയിന്റിൽ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു പോയിന്റിൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? യെസ്, വേവ് ലെറ്റ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വേവ് ലെറ്റ്സ്, n നമ്പർ ഓഫ് വേവ് ലെറ്റ്സ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ വേവ്ലെറ്റ്സ് ഉണ്ടല്ലോ, ഈ വേവ്ലെറ്റ്സ് അല്ലെങ്കിൽ ഈ തരംഗങ്ങൾ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ തരംഗങ്ങളിൽ സെയിം ഫേസിലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുവാണ്. സെയിം ഫേസിൽ വരുന്ന എല്ലാ പോയിന്റ്സും ഞാൻ മാർക്ക് ചെയ്തു. ഇത് സെയിം ഫേസിലാണ്, അതേ സെയിം ഫേസ് ആണ് ഇവിടെ, അതേ സെയിം ഫേസ് ആണ് ഇവിടെ. അങ്ങനെ ഞാൻ എല്ലാ എന്താ പറയുക എല്ലാ പോയിന്റുകളും ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനൊക്കെ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഒരു സർക്കുലർ ഷേപ്പ് അല്ലേ കിട്ടുക. റിയൽ ലൈഫിൽ നമുക്കറിയാം എല്ലാം 3D ആണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരു സ്ഫിയർ ആയിട്ട് മാറും. ക്ലിയർ അല്ലടാ. സോ വേവ് ലെറ്റ്സ് ഉണ്ടായി. ഓക്കെ അല്ല, ആ വേവ് ലെറ്റ്സിൽ ഇപ്പൊ എന്താ പറയാ സെയിം ഫേസ് എന്ന് പറയുമ്പോൾ ട്രഫ് മാത്രം, ഓക്കെ, ട്രഫ് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് നോക്കുവാണ്. ഓക്കെ അല്ലെ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലെ. സോ ഇതും സെയിം ഫേസിലാ, ഇതും സെയിം ഫേസിലാ, ഈ ട്രഫും സെയിം ഫേസിലാ. അങ്ങനെ സെയിം ഫേസിലുള്ള പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കാരണം ഇവിടെ n നമ്പർ ഓഫ് വേവ് ലെറ്റ്സ് ഉണ്ട്. സോ ഈ n നമ്പർ ഓഫ് വേവ് ലെറ്റ്സിലും സെയിം ഫേസിൽ വരുന്ന എല്ലാ പോയിന്റ്സിനും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ ആ ലോക്കസ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, എക്സാക്ട്ലി നമ്മൾ വിളിക്കുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതാണ് നമ്മൾ ഈ കുളത്തിൽ കാണുന്ന, നമ്മൾ ഈ വട്ടം കാണുന്നത്. അത് എക്സാക്ട്ലി എന്താണ്? ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് വി കോൾ വേവ് ഫ്രണ്ട്. ക്ലിയർ ആയല്ലോ? വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഫേസിലുള്ള പോയിന്റുകളുടെ എല്ലാത്തിന്റെയും ഒരു കളക്ഷൻ ആണ്. അത് മേ ബി ട്രഫ് ആയിരിക്കാം, അത് മേ ബി എന്താ പറയാ ക്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വരുന്ന പോയിന്റ് ആയിരിക്കാം, ഏത് തന്നെ ആയിക്കോട്ടെ സെയിം ഫേസ് ആയിരിക്കണം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്, ഓക്കെ, ആൻഡ് അഗൈൻ ദിസ്. സോ ഈ ഒരു പോയിന്റിലും എന്താണ്? സെയിം ഫേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ എന്താണ്? ഇവര് തമ്മിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരുപാട് എന്താ പറയാ സെയിം ഫേസിലുള്ള വേവ്ലെറ്റുകളുടെ ഈ ഒരു പോയിന്റ്സിനെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിയുമ്പം, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് നമ്മൾ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ വേവ് ഫ്രണ്ട്.
ക്ലിയർ അല്ലടാ? അപ്പം വേവ് ലെറ്റ് എന്താണെന്ന് മനസ്സിലായി, വേവ് ഫ്രണ്ട് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ലൈറ്റ് ഒരു വേവ് ആണെന്നുള്ളതാണ്. അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതിയോ? ചുമ്മാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല അല്ലെ? സോ ഇൻ ദി ബിഗിനിങ് ലൈറ്റിനെ ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ലൈറ്റ് ഒരു റേ ആണെന്ന് പറഞ്ഞിട്ട് തിയറീസും അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള സ്റ്റഡീസും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലത്തിലാണ് നമ്മുടെ ഹൈജീൻസ് എന്ത് ചെയ്തത്? സയന്റിസ്റ്റ് ഇങ്ങനെ ഒരു വേവ് ആയിട്ട് നമുക്ക് ലൈറ്റിനെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് ഒരു വേവ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ പിന്നെ എന്താ, നമുക്ക് അടുത്തത് പ്രൂഫ് വേണം അല്ലെ? എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഒരു വേവ്, ലൈറ്റ് ഒരു വേവ് ആയിരിക്കുന്നത്? ലൈറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇത് കാണിക്കണം. ഓക്കെ, ലൈറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കണം. ആൻഡ് ഓൾസോ വേവ് എങ്ങനെയായിരിക്കോ അതും കാണിക്കണം. ക്ലിയർ അല്ലടാ? സോ അങ്ങനെ നമ്മൾ വേവ് ഫ്രണ്ട് എന്നൊന്നും അതിൽ തുടക്കത്തിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് വേവ് ഫ്രണ്ട് നമ്മൾ പഠിച്ചു. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൾ പോയിന്റ്സ് ഓൺ എ പർട്ടിക്കുലർ സർക്കിൾ വിൽ ഓസിലേറ്റ് വിത്ത് ദ സെയിം ഫേസ്. Clear alle? And wave front is the locus of all points at which the wave disturbance in its same phase. Clear? Yes. Appo namukku Huygens principle nokam, and yes, almost the one point kude the direction of propagation of light wave is perpendicular to the wave front and at any given point. Okay. ഇനി നമുക്ക് 3 ടൈപ്പ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. അതാണ് നമ്മളിപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ്ലെറ്റ്സ്, ആ വേവ്ലെറ്റ്സിലെ സെയിം ഫേസ് വരുന്ന പോയിന്റുകളെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ വേവ് ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമുക്കത് എന്താ പറയുക, ഒരു പോയിന്റ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. എക്സാക്ട്ലി നമ്മൾ ഇവിടെ കാണുന്ന പോലെ. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പം വീട്ടിൽ നമ്മൾ ട്യൂബ് ലൈറ്റ് അറിയാവല്ലോടാ? ട്യൂബ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിലോ, യെസ്, എല്ലാ ഡയറക്ഷനിലോട്ടും ഇങ്ങനെ അവിടെ നിന്ന് ലൈറ്റ് വരും അല്ലെ? ഇങ്ങനെ ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും ഒക്കെ ഉണ്ടാവും. സോ എക്സാക്ട്ലി ഇതെന്തായിരിക്കും? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ, ഓക്കെ, ലീനിയർ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എന്താടാ? ലീനിയർ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ലീനിയർ പോയിന്റ് സോഴ്സ് ആണെങ്കിൽ, ഓക്കെ, പോയിന്റ് സോഴ്സ് ആണെങ്കിൽ 1 മാർക്ക് ചോദിക്കാം കേട്ടോ. പോയിന്റ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, ആൻഡ് ലീനിയർ ആണെന്നുണ്ടെങ്കിലോ, യെസ്, ദാറ്റ് ഈസ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലെ ട്യൂബ് ലൈറ്റ്, ഓക്കെ, ഇപ്പം നിങ്ങൾ ട്യൂബ് ലൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പലയിടത്തും എന്താ പറയാ, അന്യം നിന്ന് പോകുന്ന എന്നൊക്കെ പറയത്തില്ലേ? യെസ്, അങ്ങനെ നിന്ന് പോകുന്ന ഒരു സാധനമാണ് ട്യൂബ് ലൈറ്റ്. ഓക്കെ, സോ ആ ട്യൂബ് ലൈറ്റ് നോക്കുമ്പോൾ എല്ലാ ഡയറക്ഷനിലോട്ടും, ഇതാണ് നമ്മുടെ ട്യൂബ് ലൈറ്റ് എന്ന് വിചാരിക്കുക, എല്ലാ ഡയറക്ഷനിലോട്ടും എന്തുണ്ട്? ഇതേപോലെ വേവ്ലെറ്റ്സ് ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വേവ്ലെറ്റ്സ് പോകും. എല്ലാ പോയിന്റ്സിനും കണക്ട് ചെയ്ത് നമ്മൾ വരച്ചു കഴിയുമ്പോൾ അത് എന്തായിരിക്കും? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും ആ ഒരു വേവ് ഫ്രണ്ടിന് ഉണ്ടാവുക. ഇനി പോയിന്റ് സോഴ്സ് ആയിക്കോട്ടെ, ലീനിയർ സോഴ്സ് ആയിക്കോട്ടെ, അങ്ങാറ്റ് ഇൻഫിനിറ്റിയിലാണ്, അതായത് അത്ര ഒരുപാട് ദൂരം അകലെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക. എക്സാക്ട്ലി നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. ആരെയാണ്? നമ്മുടെ സണ്ണിന് നമ്മൾ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, സണ്ണിന് നമ്മൾ എക്സാമ്പിൾ പറയുവാണ്. ഓക്കെ, യെസ്, ഓക്കെ, സണ്ണിന് നമ്മൾ എക്സാമ്പിൾ പറയുവാണ്. ഇത് സണ്ണാണെന്ന് നമ്മളങ്ങ് വിചാരിക്കാം. ഓക്കെ, സണ്ണാണ്. അപ്പൊ ഈ സൺ എങ്ങനെയാണ്? അങ്ങ് ദൂരെയാണ് അല്ലെ? അപ്പൊ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പോയിന്റ് സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഒന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടുകൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെ? സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടുകൾ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടുകൾ ഉണ്ടായി, നമുക്കറിയാം ഇത്രയും ദൂരത്തിൽ നിന്നും ഈ സ്ഫിറിക്കൽ വേവ് ഇവിടെ എത്തുമ്പോഴത്തേനും നമുക്ക് എക്സാക്ട്ലി എന്താണ്? ഒരു പ്ലെയിൻ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയട്ടെടാ. ഈ ബലൂണിന്റെ മുകളിൽ ഒരു ഉറുമ്പിരിക്കുകയാണ്. ഓക്കെ, ഒരു കുഞ്ഞ് ഏതെങ്കിലും ഒരു ഇൻസെക്ട്, കുഞ്ഞൊരു ഇൻസെക്ട് ഒരു ബലൂണിന്റെ മുകളിൽ ഇരിക്കുക. ആ ബലൂൺ, ആ ഇൻസെക്ടിനെ സംബന്ധിച്ചിടത്തോളം അതെന്താ? ഒരു പരന്ന പ്രതലം അല്ലേ? ഓക്കെ, എക്സാക്ട്ലി അതെന്താ? ഉരുണ്ടിട്ടാണ് അല്ലെ? ആ ഒരു ബലൂൺ എന്ന് പറയുന്നത് ഉരുണ്ടിട്ടാണ്. പക്ഷെ ആ ഒരു ഇൻസെക്ടിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഒരു സമതല പ്രദേശത്താണ്, അല്ലെങ്കിൽ സമതല എന്താ പറയാ പ്രതലത്തിലാണ് അത് ഇരിക്കുന്നത് അല്ലെ? അതേപോലെ തന്നെ ദൂരെ നിന്ന് ചെറിയൊരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ ദൂരെ നിന്നിട്ടുള്ള ഒരു സോഴ്സ് ആണ്, അത് ലീനിയർ സോഴ്സ് ആയിക്കോട്ടെ, പോയിന്റ് സോഴ്സ് ആയിക്കോട്ടെ, ആ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് ഇങ്ങനെ ഒരുപാട് ദൂരെ നിന്ന് വരുമ്പോൾ അത്രയും വലിയ എന്താ പറയുക വേവ് ഫ്രണ്ടുകളായിരിക്കും. അത് നമുക്ക് എക്സാക്ട്ലി എങ്ങനെ ഫീൽ ചെയ്യുക? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പം അതാണ് നമ്മുടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്ലെയിൻ വേവ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അതിനെന്താ പറയുന്നത്? നമ്മുടെ പോയിന്റ് സോഴ്സ് ആയിക്കോട്ടെ, ലീനിയർ സോഴ്സ് ആയിക്കോട്ടെ, അത് എവിടെ ഇരിക്കുന്നത്? ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് വന്നു. നമ്മുടെ വേവ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, വേവ് ഫ്രണ്ട് എന്താണ്? വാട്ട് ഈസ് വേവ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഡിഫൈൻ വേവ് ഫ്രണ്ട് എന്ന് പറയാം. ആൻഡ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം 3 types of wave front. ഓക്കെ, 3 types of wave front ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം എന്താ ചോദിക്കാൻ ചാൻസ് ഉള്ളത്? പോയിന്റ് സോഴ്സ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് വേവ് ഫ്രണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്? ലീനിയർ സോഴ്സ് ആണ് ആൻഡ് ഒരു പോയിന്റ് സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേവ് ഫ്രണ്ട് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം വരാം.
ഓക്കെ അല്ലേ? അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യ ഫസ്റ്റ് ടോപ്പിക് ഇപ്പൊ നിങ്ങൾ ഇപ്പം 10 മിനിറ്റ്സ് ആയെന്ന് വിചാരിക്കും. ഓക്കെ, 10 മിനിറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് 13 മിനിറ്റ്സ് ആയിട്ടുണ്ട്. സോ മാം 13th മിനിറ്റിൽ മാം പറഞ്ഞ കാര്യം എനിക്ക് ക്ലിയർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വേവ് ഫ്രണ്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലിയർ അല്ലടാ? യെസ്. ഇനി ഹൈജീൻസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് അറിയാവോ? നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് സോഴ്സ്, അവിടെ എന്തുണ്ടാവും? വേവ്ലെറ്റ്സ് ഉണ്ടാവും അല്ലേ? വേവ്ലെറ്റ്സ് ഇതാ ഇങ്ങനെ ഒരുപാട് തരംഗങ്ങൾ ഉണ്ടാവും അല്ലടാ? ഇങ്ങനെ ഒരുപാട് തരംഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ തരംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെയിം ഫേസിലുള്ള എല്ലാ പോയിന്റ്സിനെയും കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? യെസ്, വേവ് ഫ്രണ്ട്സ് ഫോം ചെയ്യുന്നു പറഞ്ഞു. ക്ലിയർ അല്ലേ? വേവ് ഫ്രണ്ട്സ്. ഇനി നോക്കിക്കേടാ, ഇവിടെ ഉള്ള ഏതൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യും? പെർപെൻഡിക്കുലർ ആയിട്ട് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും. സോ ദാറ്റ് മീൻസ് എഗെയിൻ, അതായത് ഇപ്പൊ ഉണ്ടായ വേവ് ഫ്രണ്ട് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പിക്ചറിന് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുവാണ്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ വേവ് ഫ്രണ്ട്. ഇവിടെ എത്രയോ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യൂടാ? യെസ്, പെർപെൻഡിക്കുലർ ആയിട്ട് ഓസിലേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ഓരോ പോയിന്റും എഗെയിൻ എന്താവാണ്? എഗെയിൻ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ആക്ട് ചെയ്യുവാണ്. ഓക്കെ അല്ലെ? എഗെയിൻ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈമറി വേവ്ലെറ്റ് എന്ന് പറയുന്നത്, പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? പ്രൈമറി വേവ് ഫ്രണ്ട്, അതായത് ഒരു സോഴ്സ് ഉണ്ടായിരുന്നു, ആ സോഴ്സിൽ നിന്ന് പ്രൈമറി വേവ്ലെറ്റ്സ് ഉണ്ടായി. ഓക്കെ, ഇതെല്ലാം എന്താണ്? പ്രൈമറി വേവ്ലെറ്റ്സ് ആണ്. ഓക്കെ അല്ലെ? പ്രൈമറി വേവ്ലെറ്റ്സ്. ഓക്കെ, പ്രൈമറി വേവ്ലെറ്റ്സ്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി അടുത്ത എന്താ പറയുന്നത്? ഈ പ്രൈമറി വേവ്ലെറ്റ്സിലെ സെയിം പോയിന്റ്, ഓക്കെ, സെയിം എന്താ പറയുക, ഫേസിലുള്ള എല്ലാ പോയിന്റുകളും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? വേവ് ഫ്രണ്ട്സ് വരച്ചു. ഇതാണ് ഫസ്റ്റ് ഒരു സെയിം ഫേസിലുള്ള ഒരു വേവ് ഫ്രണ്ട്. ആൻഡ് ഇതെന്താണ്? അടുത്ത വേവ് ഫ്രണ്ട് ആണ്. ഇതെന്താണ്? അടുത്ത വേവ് ഫ്രണ്ട് ആണ്. സോ ഇതിനെല്ലാം നമ്മൾ എന്ത് പറയും? പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയും. അതായത് പ്രൈമറി വേവ്ലെറ്റിൽ നിന്നും വന്ന അല്ലെങ്കിൽ അവിടെ പ്രൈമറി വേവ്ലെറ്റിലെ സെയിം ഫേസിലുള്ള എല്ലാ പോയിന്റ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ വരച്ച ഒരു വേവ് ഫ്രണ്ട് ആണ് പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ 3 പ്രൈമറി വേവ് ഫ്രണ്ട് ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് സെയിം ഫേസിൽ വരുന്ന അടുത്തൊരു വേവ് ഫ്രണ്ട് എടുക്കാം. ക്ലിയർ? സോ ഇതെല്ലാം എന്താണ്? പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. ആൻഡ് ദിസ് ഇസ് പ്രൈമറി വേവ്ലെറ്റ്. ക്ലിയർ അല്ലേ? പ്രൈമറി വേവ്ലെറ്റ്. സോ നമ്മൾ ഇവിടെ വരുന്ന ഒരു പ്രൈമറി വേവ് ഫ്രണ്ടിനെയാണ് എക്സാക്ട്ലി ഞാൻ ഇവിടേക്ക് കോപ്പി ചെയ്ത് വരച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? എക്സാക്ട്ലി ഇതാണ് നമ്മുടെ ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പം ആ പ്രൈമറി വേവ് ഫ്രണ്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അവിടെയുള്ള ഓരോ പാർട്ടിക്കിളും എന്താണ്? ആ പെർപെൻഡിക്കുലർ ആയിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഓരോ പാർട്ടിക്കിളും ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ദാറ്റ് മീൻസ് ഓരോ പാർട്ടിക്കിളും ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുവാണ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്ന ഒരുപാട് വേവ്ലെറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരുപാട് വേവ്ലെറ്റ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പുറത്തെ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ നിന്നും ഇതുപോലെ ഇത്രയും വേവ്ലെറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് എടുത്തു, അവിടെയും എന്താണ്? ഇതേപോലെ നമുക്ക് ഒരുപാട് വേവ്ലെറ്റ്സിനെ കാണാനായിട്ട് പറ്റും. ഇതാണ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. ഓക്കെ അല്ലെ? സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതൊന്ന് നോക്കിക്കേടാ, ഈ സെക്കൻഡറി വേവ്ലെറ്റ്സില് സെയിം ഫേസിലുള്ള എല്ലാ പോയിന്റും കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഒരു വേവ് ഫ്രണ്ട് വരച്ചു. അടുത്തത് ഞാൻ പിന്നെയും വരച്ചു, പിന്നെയും ഞാൻ വരച്ചു, ആൻഡ് ഇവിടെ ഞാൻ വരച്ചു, പിന്നെയും അവിടെ വരുന്ന പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു വേവ് ഫ്രണ്ടിനെ വരച്ചു. സോ ഇതിനെനിക്ക് എന്ത് പറയാം? സെക്കൻഡറി വേവ് ഫ്രണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഈ സെക്കൻഡറി വേവ് ഫ്രണ്ടിൽ ഓരോ പോയിന്റും എന്ത് ചെയ്യും? എഗെയിൻ ഡിസ്റ്റർബൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് എഗെയിൻ സോഴ്സ് ആയിരിക്കും. അങ്ങനെ സോഴ്സ് ആയിട്ട് വരുമ്പോൾ എഗെയിൻ ഇവിടെ എന്താവും? വേവ്ലെറ്റ്സുകൾ ഫോം ചെയ്യും. ഓക്കെ, വേവ്ലെറ്റ്സുകൾ ഫോം ചെയ്യും. എഗെയിൻ ഇവിടുത്തെ എല്ലാ സെയിം ഫേസിൽ വരുന്ന പോയിന്റ്സിനെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. ദാറ്റ് ഈസ് നമ്മുടെ മൂന്നാമത്തെ, അടുത്ത പ്രൈമറി കഴിഞ്ഞു, സെക്കൻഡറി കഴിഞ്ഞു, ടെർഷ്യറി വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ഒരുപാട് വേവ് ഫ്രണ്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ എക്സാക്ട്ലി എന്താണ് വേവ്ലെറ്റ്, എന്താണ് വേവ് ഫ്രണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ എടാ പ്ലീസ് ലെറ്റ് മീ നോ ത്രൂ ദ കമന്റ് ബോക്സ്. ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ലൈവ് ചാറ്റിൽ അല്ല കേട്ടോ, ലൈവ് ചാറ്റിൽ ഇത് ഓൾറെഡി റെക്കോർഡഡ് വീഡിയോ ആണ്. സോ ഡെഫിനറ്റ്ലി ലൈവ് ചാറ്റ് നമ്മൾ നോക്കത്തില്ല, കമന്റ് ബോക്സിൽ നോക്കത്തുള്ളൂ. സോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് മാം ക്ലിയർ ആയി എന്നുള്ളത് ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് മാം 20th മിനിറ്റിൽ മാം പറഞ്ഞ കാര്യം എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേഡം മക്കളെ ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്. അപ്പൊ മേഡം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പം ഇനി അടുത്തത് നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിളിലോട്ട്
നമ്മൾ ഡീപ്പ് ആയിട്ട് പോകാൻ പോവാണ്. ഈച്ച് പോയിന്റ് ഓഫ് ദി വേവ് ഫ്രണ്ട് ഇസ് ദ സോഴ്സ് ഓഫ് എ സെക്കൻഡറി ഡിസ്റ്റർബൻസ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വേവ് ഫ്രണ്ട് കണ്ടുപിടിച്ചു. പ്രൈമറി വേവ്ലെറ്റിൽ നിന്നും ഫോം ചെയ്ത പ്രൈമറി വേവ് ഫ്രണ്ടുകൾ നമ്മൾ വരച്ചു. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വരച്ചത് അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, യെസ്, ആ പ്രൈമറി വേവ് ഫ്രണ്ട് എഗെയിൻ എന്താവും, സെക്കൻഡറി വേവ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് അതിനുള്ള സോഴ്സ് ആയിട്ട് മാറും. ഓക്കെ, സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആൻഡ് ദ വേവ്ലെറ്റ്സ് എമിനേറ്റിംഗ് ഫ്രം ദീസ് പോയിന്റ്സ്. ഓക്കെ, അതാണ് നമ്മൾ ഈ പച്ച ലൈനിൽ വരച്ചത്. ഓക്കെ, പച്ച ലൈനിൽ വരച്ചത്. And points spread out all in direction with the speed of the wave. അതായത് എക്സാക്ട്ലി ഇവിടെ നമ്മളൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തല്ലോ, അതാണല്ലോ സോഴ്സും മേജർ സോഴ്സ്, അവിടെ നിന്നുള്ള പ്രൈമറി വേവ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാക്കിയത്. സോ എക്സാക്ട്ലി ഇതിന്റെ സ്പീഡ് എന്താണോ, ഓക്കെ, ആ വേവിന്റെ സ്പീഡ് എന്താണോ അത് തന്നെയായിരിക്കും ആർക്കും സെക്കൻഡറി വേവ് ഫ്രണ്ടിനും. ഓക്കെ, പ്രൈമറി വേവ് ഫ്രണ്ടിനും സെക്കൻഡറി വേവ് ഫ്രണ്ടിനും എല്ലാം എന്തായിരിക്കും, എക്സാക്ട്ലി ദ സെയിം സ്പീഡ് ആയിരിക്കും. ഇനി these wavelets emanating from the wavefront are usually referred to as secondary wavelets. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ വരച്ച പച്ച. ഇനി if we draw a common tangent to all these spheres, we obtain the new position of the wavefront. ഓക്കെ അല്ലെ, ഇവിടെ ഉണ്ടായിട്ടുള്ള വേവ് ഫ്രണ്ട്സിനെ എല്ലാത്തിനെയും, ഓക്കെ, ഇവിടെ ഉണ്ടായ വേവ്ലെറ്റ്സിനെ എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് ഓരോരോ പോയിന്റ്സ് വരച്ചെന്ന് വിചാരിക്കുക. അതായത് എക്സാക്ട്ലി നമ്മൾ ഇവിടെ നോക്കുവാണ്, ഇതാണ് നമ്മുടെ പ്രൈമറി വേവ് ഫ്രണ്ട്, അതായത് ഇവിടെ നിന്ന് നമ്മൾ എടുത്ത ഒരെണ്ണം. ഇത് ഒരു സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, സെക്കൻഡറി വേവ്ലെറ്റ്സ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 3 പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ, 3 പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഇസ് ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ, ഇവിടെ ഉള്ള എല്ലാ പോയിന്റ്സും, ഓക്കെ, ഇവിടെ ഉള്ള എല്ലാ ലോക്കസ് പോയിന്റ്സിനും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ വരച്ചു. ആൻഡ് ഇതിന്റെ എല്ലാത്തിനും ഇതേപോലെ എന്തുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും അല്ലെ, എല്ലായിടത്തും ഉണ്ടാവും. ഇതിന്റെ ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ന്യൂ വേവ് ഫ്രണ്ട് കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്ന പോലെ വൃത്തിയായിട്ട് വരയ്ക്കരുത് കേട്ടോ. ആ സർക്കിൾ ഷേപ്പിന്റെ ടാൻജന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു വരുമ്പം ദാ എഗെയിൻ നമുക്കൊരു ന്യൂ വേവ് ഫ്രണ്ട് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് all these spheres we obtain a new position of the wavefront at a later time. So this shows what, ഒരു t time കഴിഞ്ഞിട്ട് വരുന്ന wavefront. Okay അല്ലേ, ഒരു t time കഴിഞ്ഞിട്ട് വരുന്ന wavelet ആണ്, sorry wavefront ആണ്, that is secondary wavefront. Clear? Yes. അപ്പൊ നമ്മുടെ ഹൈജീൻസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞു. ഇനി ഈ ഒരു പ്രിൻസിപ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അന്നത്തെ കാലത്ത് നമ്മുടെ ന്യൂട്ടൺ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. സോ ആരും ആക്സെപ്റ്റ് ചെയ്തില്ല, കാരണം അദ്ദേഹത്തിന്റെ തിയറി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും മറ്റൊരാള് എക്സാക്ട്ലി എന്താ പറയാ, ഇത്രയും നാളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് മാറ്റി പറയാണ്. ഇന്നത്തെ ജനറേഷനിലാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരാൾ വന്നിട്ട് പറയുവാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. നമ്മൾ എന്താ പറയാ, നമ്മൾ വലിയൊരാളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ വലിയൊരു ജീനിയസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരാള് സ്റ്റിൽ അയാളുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വേറൊരാൾ വന്നിട്ട് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു ചാൻസും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ മനുഷ്യരെ പോലെ തന്നെ ഇന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആക്സെപ്റ്റ് ചെയ്യത്തില്ല അല്ലെ. സോ എക്സാക്ട്ലി അന്നും അത് തന്നെയാണ് സംഭവിച്ചത്. സോ പ്രൂഫ് ആയിരുന്നു പിന്നെ വേണ്ടത്. അപ്പൊ പ്രൂഫിലോട്ടാണ് നമ്മൾ പോകുന്നത്. റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ്. ഓക്കെ, അതായത് നമ്മൾ റിഫ്രാക്ഷൻ നമ്മുടെ റേ ഒപ്റ്റിക്സിൽ പഠിച്ചു. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞിരുന്നു sin I by sin R which is equal to a constant, അല്ലെങ്കിൽ നമുക്ക് പറയാം n2 by n1 എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സസിന്റെ റേഷ്യോ ആണ്. This is known as Snell's law. ഇത് നമ്മൾ പഠിച്ചതല്ലടാ, നമ്മൾ ഓൾറെഡി പഠിച്ചു. സ്നെൽസ് ലോ എന്താണ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. നമ്മൾ എന്താ പറയുക, ഈച്ച് ആൻഡ് എവറി ലൈൻ നമുക്കറിയാം. ഓക്കെ, അത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് റേ ഒപ്റ്റിക്സിൽ പഠിച്ചതാണ്. സോ ഇതേ സാധനം തന്നെ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യണം. sin I by sin R എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം, which is equal to n2 by n1 ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഓക്കെ, ഈ AB എന്ന് പറയുന്നതാണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സർഫസിന്റെ നോർമൽ. ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണ്. ഇതാണ് ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ. ക്ലിയർ അല്ലേ? ഈ ഒരു ബ്ലാക്ക് ലൈൻ പോയിട്ടുണ്ടല്ലോ, അതാണ് അവർ തമ്മിലുള്ള സെപ്പറേഷൻ. ഇനി നോർമൽ കണ്ടു, നോർമലും അതുപോലെ തന്നെ ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും. ഓക്കെ, ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും വന്നുണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞു ഇൻസിഡന്റ് ആംഗിൾ ആണ്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ ഒരു ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് വന്നതാ ഈ ഒരു പൊസിഷനിൽ വന്ന് മുട്ടി. ഓക്കെ, അതായത് ആ സെപ്പറേഷൻ, രണ്ട് സർഫസും തമ്മിലുള്ള സെപ്പറേഷനിൽ വന്ന് മുട്ടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താവും, യെസ്, അത് റിഫ്രാക്ട് ചെയ്യും, ബെൻഡ് ചെയ്യും അല്ലെ. ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് എന്തെന്ന് പറയുന്നത്, യെസ്, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ബെൻഡ് ചെയ്യുന്നത്. അപ്പം റേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ അത് പ്രൂവ് ചെയ്തു. ഹിയർ ഇറ്റ് ഈസ് എ വേവ് ഫ്രണ്ട്. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബെൻഡിങ് ഉണ്ടായിരിക്കും. ഇതേ വേവ് ഫ്രണ്ടിന് ഒരു ബെൻഡിങ് ഉണ്ടായിരിക്കും. ആൻഡ് ആ ഒരു ബെൻഡിങ്ങോട് കൂടെ ഉണ്ടായ ആ വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്ന നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം ഇവിടെ രണ്ടും ഡിഫറെന്റ് മീഡിയം ആണ്.
അല്ലെ? റിഫ്ലക്ഷന്റെ കേസ് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. റിഫ്ലക്ഷന്റെ കേസ് ആണെങ്കിൽ രണ്ടും സെയിം മീഡിയത്തിലാണ് സംഭവിക്കുന്നത്. സോ അവിടെ മീഡിയം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ആണെങ്കിൽ ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണ്. ഇവിടെ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയും ഇവിടെ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയും രണ്ടും 2 ആണ്. ക്ലിയർ അല്ലേ? രണ്ട് വെലോസിറ്റീസും എന്താണ്? ഡിഫറെന്റ് ആണ്. ക്ലിയർ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നമ്മൾ തുടങ്ങുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കേ, ഇത് നമ്മൾ പറഞ്ഞു ഇൻസിഡന്റ് ആംഗിൾ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ഇത് വേവ് ഫ്രണ്ടിന്റെ ഭാഗമല്ലേ. സോ ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിനെ ഞാൻ പറയുവാണ് 90 മൈനസ് ഐ. ഇനി ഇത് സർഫസിന് നോർമൽ ആണ് അല്ലെ? സർഫസിന് നോർമൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി ഓക്കെ. യെസ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് നോർമലും ഈ സർഫസും അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പം എനിക്ക് കിട്ടി ഈ ഒരു ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു കേട്ടോ. ഓക്കെ, സോ 90 which is equal to 90 which is equal to എന്താണ്? 90 minus I plus theta. ഓക്കെ അല്ലെ? 90 മൈനസ് ഐ പ്ലസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തീറ്റ എന്താണെന്നല്ലേ അറിയേണ്ടത്. സോ 90 ഈ മൈനസ് 90 ഈ 90 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ആൻഡ് മൈനസ് ഐ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ഐ ആയി പോകും വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ. സോ പ്ലസും ഇതും പോയി, ഐ ഇസ് ഈക്വൽ ടു തീറ്റ. ദാറ്റ് മീൻസ് ഇത് എന്ത് തന്നെയായിരിക്കും? തീറ്റ എന്ന് പറയുന്നത് ഐ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? ഇതേ സെയിം മെത്തേഡിലൂടെ ഞാൻ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെയിം മെത്തേഡിലൂടെ കൂടെ തന്നെ നമ്മൾ ഈ ആർ എന്ന് പറയുന്നത് ഈ റിഫ്രാക്റ്റിംഗ് ആംഗിൾ, അതായത് റിഫ്രാക്ട് ചെയ്ത വേവ് ഫ്രണ്ടും അതേപോലെ തന്നെ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ. അതേ ആംഗിൾ തന്നെയാണ് ഇവിടെ എന്നുള്ളതും നമുക്ക് ഇതേ സെയിം മെത്തേഡിലോട്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ഫിഗറിൽ നിങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം എവിടെയാണ് ഇൻസിഡന്റ് ആംഗിൾ വരുന്നത്, ഇൻസിഡന്റ് ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ വേറെ ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേടാ മക്കളെ? യെസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. പിന്നീട് ലാസ്റ്റ് മെസ്സേജ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, ഇപ്പൊ തന്നെ ഇട്ടോളൂ. ലേറ്റർ നിങ്ങൾ മറന്നു പോകേണ്ട, സമയം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചുമ്മാ സമയം എടുക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ എടാ, ഞാൻ ഈ ഒരു ബി സി ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ബി സി ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്യുവാണ്? നമുക്കറിയാം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ബിയിൽ നിന്നും സിയിലോട്ട് ഈ വേവ് ഫ്രണ്ട് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം ടോ ആയിട്ട് ഞാൻ എടുക്കുവാണ്. ഓക്കെ അല്ലെ? ടൈം ടോ ആയിട്ട് ഞാൻ എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ടോ ടൈമില് ഈ വേവ് ഫ്രണ്ട് ഈ ഒരു സർഫസിലോട്ട് എത്താനായിട്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാലോ ഇവിടുത്തെ വെലോസിറ്റി v1 അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ആണ് കേട്ടോ. ഓക്കെ, അപ്പം വെലോസിറ്റി ഇൻറ്റു ടൈം വരും. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി അല്ലെങ്കിൽ ബി സി വിൽ ബി ഈക്വൽ ടു അവിടുത്തെ വെലോസിറ്റി v1 ആണ് ആ മീഡിയത്തില് ആൻഡ് അതിനെടുക്കുന്ന ടൈം ടോ ആണ്. ക്ലിയർ? സോ ബി സി ഇസ് ഈക്വൽ ടു v1 ടോ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഞാൻ നേരെ സൈൻ ഐ കണ്ടുപിടിക്കുവാണ് കേട്ടോ. സൈൻ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഇസ് v1 ടോ ഡിവൈഡഡ് ബൈ ദിസ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് AC. ഓക്കെ അല്ലടാ? ഇനി അടുത്തത് ഇതേപോലെ തന്നെ AE കണ്ടുപിടിക്കാൻ പോവാണ്. സോ AE കണ്ടുപിടിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ബെൻഡിങ് ഉണ്ടാവും, സ്പീഡിലും മാറ്റം വരും. ഓക്കെ, സ്പീഡിലും മാറ്റം വരും. സോ ആ സ്പീഡിന് മാറ്റം അനുസരിച്ചിട്ട് ടോ ടൈമിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ടോ ടൈം. ഓക്കെ, അപ്പം എനിക്ക് കിട്ടി AE which is equal to v2 ടോ. സോ സൈൻ R, ഓക്കെ, സൈൻ R എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഇസ് AE ദാറ്റ് ഇസ് v2 ടോ ഡിവൈഡഡ് ബൈ ഈ സൈഡ് AC. ഇനി നമ്മൾ നേരെ സ്നെൽസ് ലോയിലോട്ട് പോവാം. സൈൻ ഐ ബൈ സൈൻ ആർ വിച്ച് ഇസ് ഈക്വൽ ടു v1 ടോ ഡിവൈഡഡ് ബൈ AC ഡിവൈഡഡ് ബൈ v2 ടോ ഡിവൈഡഡ് ബൈ AC. സോ നോക്കിക്കേടാ, AC ക്യാൻസൽ ആയി പോയി, ടോയും ക്യാൻസൽ ആയി പോയി, v1 ബൈ v2 എന്ന് കിട്ടി. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ നമുക്കറിയാലോ, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഇസ് ഈക്വൽ ടു C ബൈ V ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ N1 അതായത് ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? C എന്ന് പറയുന്നതിൽ മാറ്റമില്ല. കാരണം എന്താണ്? ദാറ്റ് ഇസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്, അത് എവിടെയും മാറത്തില്ല. സോ C ഡിവൈഡഡ് ബൈ V1 N2 which is equal to C by V2. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ വേണ്ടത് V1 by V2 അല്ലേ? അപ്പൊ ഞാൻ ചുമ്മാ ചെയ്യുവാണ്, N2 by N1 ഞാൻ ചെയ്ത് നോക്കാം. N2 എന്ന് പറഞ്ഞാൽ എന്താ? C by V2 ആണ് ഡിവൈഡഡ് ബൈ C by V1. ഓക്കെ, സോ സിയും ക്യാൻസൽ ആയി പോവും ആൻഡ് V1 മുകളിലോട്ട് വരും. സോ ദിസ് വിൽ ബി V1 by V2. സോ V1 by V2 which is equal to N2 by N1 എന്ന് കിട്ടി. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് N2 by N1 which is equal to N21. ഓക്കെ, ഇതല്ലേ നമ്മുടെ സ്നെൽസ് ലോ. എന്തായിരുന്നു? സ്നെൽസ് ലോ which is equal to sin I by sin R which is equal to the ratio of refractive indices of the two medium, that is a constant value. Hence proved.
റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ്. അതായത് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് ആയിട്ട് വരുവാണെങ്കിലും അത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ റേ ഉണ്ടായിരുന്നല്ലോ, ആ റേയിനെ നമ്മൾ ഇനി കൂടുതലായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട. റേ എന്ന് പറയുന്നത് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ അതൊരു വേവ് ആയിട്ടുണ്ടെങ്കിലും ലൈറ്റ് ഒരു വേവ് ആയിട്ടുണ്ടെങ്കിലും എന്താണ് ലോ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്നെൽസ് ലോ അംഗീകരിക്കുന്നുണ്ട്. നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലെ? ഈ ഒരു പ്രൂഫ് ചോദിക്കാം. ഓക്കെ, ഈ ഒരു പ്രൂഫ് ചോദിക്കാം. മേ ബി നമ്മുടെ അടുത്ത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സ്നെൽസ് ലോ വേവിന്റെ കേസിൽ പ്രൂവ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ അല്ലടാ? സോ ഒരു 2 മാർക്കോ 3 മാർക്കോ വരുന്ന വെയിറ്റേജ് വരുന്ന ഒരു ചോദ്യമാണ്. ആൻഡ് ഫിഗർ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോടാ? യെസ്, മീഡിയം 1ഉം 2ഉം രണ്ടും ഡിഫറെന്റ് മീഡിയം ആണ്. അപ്പം അവിടെ വരുന്ന വെലോസിറ്റീസ് മാറ്റം ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസിന് മാറ്റം വരും. ഇനി നമുക്കറിയാലോടാ, നമ്മൾ 2 സിറ്റുവേഷൻസ് വരാം അല്ലെ? ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. 2 സിറ്റുവേഷൻസ് വരാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ അറ്റ് റയറർ മീഡിയം. ഓക്കെ, റിഫ്രാക്ഷൻ അറ്റ് റയറർ മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാം എന്താണ്. യെസ്, ഇവിടെ ഡെൻസിറ്റി കുറവാണ്, ഇവിടെ ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ അല്ലെ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് കേട്ടോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ അല്ലെ? അപ്പം ഇതൊരു റയറർ മീഡിയം ആണ്, ഇതൊരു ഡെൻസർ മീഡിയം ആണെന്ന് പറയും. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഡെൻസർ മീഡിയം എന്ന് പറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? റയറർ മീഡിയം എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയ റയറർ ടു ഡെൻസർ. അപ്പം റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? റിഫ്രാക്ഷൻ നടക്കുന്നത് എക്സാക്ട്ലി ഡെൻസർ മീഡിയത്തിലാണ് അല്ലേടാ? ഡെൻസർ മീഡിയത്തിലാണ്. അപ്പം റയറർ ടു ഡെൻസർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെൻസിറ്റി കൂടുതലാണ്. ഇനി നോക്കിക്കേടാ, ഇൻസിഡന്റ് ആംഗിളും റിഫ്രാക്ടിങ് ആംഗിളും ഒന്ന് നോക്കിക്കേ. അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്ടിങ് ആംഗിളിനെക്കാട്ടും കൂടുതലാണ്. ഓക്കെ അല്ലെ? അപ്പം റയറർ ടു ഡെൻസർ ട്രാവൽ ചെയ്യുമ്പോൾ, ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഡെൻസർ മീഡിയത്തിൽ നടക്കുമ്പം അവിടെ ഈ റേ അല്ലെങ്കിൽ ഈ ഒരു വേവ് ഇവിടെ വരുമ്പം റേ അല്ല കേട്ടോ, ഇവിടെ നമ്മൾ പറയുന്നതാണ് വേവ് ആണ് അല്ലെ? അപ്പം ഈ ഒരു വേവ് ഫ്രണ്ട് നോർമലുമായിട്ട് അടുക്കും. ഓക്കെ, നോർമലുമായിട്ട് ക്ലോസർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? യെസ്, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിക്കേടാ, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻസിഡന്റ് ആംഗിൾ ഇത്രയും വരുന്നുണ്ട്, റിഫ്രാക്ടിങ് ആംഗിൾ ഇത്രയും വരുന്നുള്ളൂ. സോ ഇതിൽ നിന്ന് ഇമേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇൻസിഡന്റ് ആംഗിൾ is greater than റിഫ്രാക്ടിങ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ എടാ മക്കളെ നമുക്ക് പറയാം V2 is less than V1. ഓക്കെ, കാരണം എന്തുവാണ്? ഇവിടത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോഴത്തേനും വെലോസിറ്റി കുറവായിരിക്കും. ക്ലിയർ? ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് കുറവായിരിക്കും. ആൻഡ് n is equal to c by v അല്ലേ? അങ്ങനെയാണെങ്കിൽ v കൂടുതലുള്ളിടത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. സോ നമുക്ക് എഴുതാം n1 n2 ആണെന്നുണ്ടെങ്കിൽ we can write it as ഇവിടെ n2 എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ n1 എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് n2 നെ കമ്പയർ ചെയ്യുമ്പോൾ n1 എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? ആ റിലേഷൻ മനസ്സിലായല്ലോ? ഈ റിലേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നേരെ മറ്റേ കേസ് പറയുവാണ്, അതായത് ഡെൻസർ ടു റയറർ. ഓക്കെ, ഡെൻസർ ടു റയറർ, അതായത് വേവ് ഫ്രണ്ട് വരുന്നത് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പം റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാടാ? റിഫ്രാക്ഷൻ നടക്കുന്നത് റയറർ മീഡിയത്തിലാണ്. ഓക്കെ, റയറർ മീഡിയത്തിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇൻസിഡന്റ് ആംഗിളിനെക്കാട്ടിലും വളരെ വലുതാണ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ. അതായത് ഇത് നോർമലിൽ നിന്നും എവേ ആയി. ഓക്കെ, നോർമലിൽ നിന്നും എവേ ആയി. ദാറ്റ് മീൻസ് അവിടുത്തെ സ്പീഡ്, ഇവിടുത്തെ ഈ ഒരു മീഡിയത്തിന്റെ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നോക്കിക്കേടാ, അപ്പം സ്പീഡിൽ വരുവാണ്, ഇവിടെ നിന്ന് പതുക്കെ വന്നതാ, പെട്ടെന്ന് സ്പീഡ് കൂടുമ്പോൾ എന്തായിരിക്കും? നോർമലിൽ നിന്ന് അകലും. സോ ഇവിടെ V2ന്റെ സ്പീഡ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ n2 എന്ന് പറയുന്നത് n1നെക്കാട്ടിലും കുറവാണ്. ഏത് കേസിൽ? ഡെൻസർ ടു റയറർ ആണ്. റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാണെങ്കിൽ റയറർ മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ക്ലിയർ അല്ലടാ? യെസ്. അപ്പം റിഫ്രാക്ഷൻ നടക്കുന്ന റയറർ മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ വേവ് ഫ്രണ്ട് എന്ത് ചെയ്യും? നോർമലിൽ നിന്നും അകന്നു പോകും. ഇനി ഡെൻസർ മീഡിയത്തിലാണെങ്കിലോ നോർമലിനോട് അടുക്കും. കാരണം എന്തുവാണ്? അവിടെ സ്പീഡ് കുറവാണ്. ഓക്കെ, ഡെൻസർ മീഡിയത്തിൽ സ്പീഡ് കുറവാണ്. ക്ലിയർ ആയില്ലോടാ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ആയിട്ട് ടൈം ഒന്ന് സ്പെസിഫൈ ചെയ്യാം. അപ്പം എനിക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇനി മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലായി എന്ന് സ്പെസിഫൈ ചെയ്യാനും മറക്കരുത്. എടാ മക്കളെ, അതിന്റെ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ MVSAT കുറിച്ചിട്ടാണ്. MVSAT എക്സാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു എക്സാം ആണ്, ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ്. അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു, ഓൺലൈൻ ആയിട്ടാണ്. രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഫ്രീ ആയിട്ട് പഠിക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്.
100% വരെ സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോവാണ് കേട്ടോ. സോ അത് മിസ് ചെയ്യരുത്. ഇനി മാത്രമല്ല നമ്മുടെ അൺലിമിറ്റഡ് ഡൗട്ട് സോൾവിംഗ് ആപ്പ് നിങ്ങൾക്ക് 3 മാസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാണ്. അൺലിമിറ്റഡ് ആയിട്ട് ഡൗട്ട് ചോദിക്കാൻ പറ്റും. ആൻഡ് ഇതിന് കൂടാതെ പ്രൈസസ് ഉണ്ട്, ഒരുപാട് പ്രൈസസ് ഉണ്ട്. ഇനി മാത്രമല്ല 24/7 ഡിസംബർ 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഏത് സമയത്തും നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് യെസ് ഓഫ് കോഴ്സ് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് 12ാം ക്ലാസ് റിപ്പീറ്റേഴ്സ് എല്ലാവർക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. നീറ്റ് ബേസ്ഡ് ആണ് എൻ്റെ മക്കൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 60 ചോദ്യങ്ങൾ ഉണ്ടാവും. 15 ക്വസ്റ്റ്യൻ ഫ്രം ഫിസിക്സ്, 15 ക്വസ്റ്റ്യൻ ഫ്രം കെമിസ്ട്രി, 30 ക്വസ്റ്റ്യൻസ് ഫ്രം ബയോ. അങ്ങനെ 60 ചോദ്യങ്ങൾ 60 മിനിറ്റ് ആയിരിക്കും. ഒരു ചോദ്യം കറക്റ്റ് ആണെങ്കിൽ 4 മാർക്ക്, ഒരു ചോദ്യം തെറ്റിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഇല്ല, 0 മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് 60 ചോദ്യം ഉണ്ടെങ്കിൽ 60 ചോദ്യം അറ്റൻഡ് ചെയ്യാം. ഇനി നിങ്ങളൊരു JEE ആസ്പിരന്റ് ആണെന്ന് വിചാരിക്കും. JEE ആസ്പിരന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഫിസിക്സിന് 10 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിക്ക് 10 ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സിന് 10 ക്വസ്റ്റ്യൻ, അതായത് 30 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്. എല്ലാവർക്കും 8ാം ക്ലാസ്സിനാണെങ്കിലും 9ാം ക്ലാസ്സിനാണെങ്കിലും 10ാം ക്ലാസ്സിനാണെങ്കിലും 60 മിനിറ്റ് ആണ് എക്സാം ടൈം വരുന്നത്. ആൻഡ് 8ാം ക്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ 50 ചോദ്യം വരുന്നുണ്ട്, 9ാം ക്ലാസ്സിനാണെങ്കിൽ 50 ചോദ്യമാണ്, 10ാം ക്ലാസ്സിനാണെങ്കിൽ 50 ചോദ്യമാണ്. സോ നിങ്ങൾ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആയിരിക്കും കേട്ടോ. ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആയിരിക്കും 8 മുതൽ 10 വരെ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന 100% സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇനി +1 +2 ഉണ്ട്. സോ നിങ്ങൾ നീറ്റ് ആണ് നോക്കുന്നതെങ്കിൽ നീറ്റിന്റെ ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ നീറ്റിന്റെ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. JEE ആണ് നോക്കുന്നതെങ്കിൽ JEEയുടെ കോഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 100% വരെ സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ടെസ്റ്റ് അല്ലേടാ. സോ ഈ ഒരു ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയണം, മാം രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് പറയണം കേട്ടോ. ഇനി അടുത്ത നമുക്ക് നോക്കാം, റിഫ്ലക്ഷൻ ആണ്. അപ്പൊ റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ അതിലും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം അവിടെ മീഡിയം ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ എന്താണ് നമ്മുടെ സ്വന്തം വേവ് ഫ്രണ്ട് AB എന്ന് പറയുന്നത്. അപ്പൊ ഇത് സർഫസിൽ നിന്നുള്ള നോർമൽ ആണ് ഇൻസിഡന്റ് ആംഗിൾ. ആൻഡ് ഈ ആംഗിൾ ഇൻസിഡന്റ് ആംഗിളിന് ഈക്വൽ ആവുന്നത് ഇനി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അതേ സെയിം മെത്തേഡിൽ നമ്മൾ ഇവിടെ റിഫ്ലക്റ്റിംഗ് ആംഗിളിനെ നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മൾ കാണിക്കുവാണ്. ഈ ഒരു ആംഗിൾ റിഫ്ലക്റ്റിംഗ് ആംഗിളിന് ഈക്വൽ ആയിട്ട് വരുവാണെന്ന് നമ്മൾ കാണിക്കുവാണ്. ഓക്കെ അല്ലേടാ. സോ നോക്കി ഇവിടെ മീഡിയം ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ഒരൊറ്റ വെലോസിറ്റി ഉണ്ടാവുള്ളൂ. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ BC എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇവിടുത്തെ വെലോസിറ്റി V ആണ്, ടോ ടൈമിലാണ് ഈ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? V × ടോ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഞാനുണ്ടല്ലോ ഇതേപോലെ തന്നെ, അതായത് ഈ ഒരു സംഭവം, ഈ ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ വന്ന് ചെരിഞ്ഞ്, അതായത് ഇത്രയും ഇൻസിഡന്റ് ആംഗിളില് I എന്ന് പറയുന്ന ഇൻസിഡന്റ് ആംഗിൾ ചെരിഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ, നോർമലുമായിട്ട് അത്രയും ഡീവിയേഷൻ വരുന്നുണ്ട്. സോ വന്ന് വീണ ഉടനെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. ഇവിടെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ റിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ അല്ലേ? സോ അതാണ് ഇവിടെ റിഫ്ലക്ഷൻ സംഭവിച്ച വേവ് ഫ്രണ്ടിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? റിഫ്ലക്ഷൻ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ AE എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും സെയിം ആയിരിക്കില്ലടാ. AE എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും സെയിം ആയില്ലേ? ഇവിടെ ഇങ്ങനെയാണ് വന്ന് നിന്നത് അല്ലെ. സോ ഇത്രയും ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ സർഫസ് എന്ന് വിചാരിക്കുക. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത്രയും ഡിസ്റ്റൻസ് തന്നെ റിഫ്രാക്ട് ചെയ്യത്തില്ല ഇവിടെയും. ഓക്കെ, വേവ് ഫ്രണ്ട് ഇങ്ങനെ വന്ന ഉടനെ റിഫ്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആണോ ടോ ടൈം കൊണ്ട് എടുത്തത് അത്രയും ഡിസ്റ്റൻസ് തന്നെ ടോ ടൈം കൊണ്ട് അത് റിഫ്ലക്ട് ചെയ്യും. കാരണം മീഡിയം മാറുന്നില്ല, റിഫ്ലക്ഷൻ അല്ലേ, മീഡിയം മാറുന്നില്ല. സോ A is equal to BC എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇനി വേറൊരു കാര്യം കൂടെ നോക്കിയാണ്, ഞാൻ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ആ 2 ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് AE എന്തായിരുന്നടാ? C. ഓക്കെ, AECയും അതുപോലെ ട്രയാങ്കിൾ ABC. ഈ 2 ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. സോ അവിടെ എനിക്ക് അറിയാം ഇത് ഇൻസിഡന്റ് ആംഗിൾ ആണ്, ഇത് റിഫ്രാക്റ്റിംഗ് ആംഗിൾ ആണ്. ആൻഡ് അവിടെയുള്ള 2 സൈഡ്, അതായത് ഈ 2 ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മറ്റേ ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, മറ്റേ ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇതിൽ ഈ സൈഡ് രണ്ടും ഈക്വൽ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ഈ 2 ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും AC എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ സൈഡ് വരുന്നുണ്ട് അല്ലെ, AC which is equal to AC. ദാറ്റ് മീൻസ് 2 സൈഡ് ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ഓൾസോ നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആംഗിൾ
ABC, which is equal to angle AEC, which is equal to 90 degree. അല്ലെ? AEC എന്ന് പറയുന്ന ഈ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം റിഫ്രാക്ഷൻ വേവ് ഫ്രണ്ട് ആണ്, അതല്ലേ? വേവ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ കിട്ടിയെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾ ഉണ്ടല്ലോ, ദീസ് ആർ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഓക്കെ, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് എക്സാക്ട്ലി ഈ രണ്ട്, അതായത് ഇവിടെ സെയിം ആയിട്ടുള്ള വശത്തിന് ഈ ഒരു സെയിം ആയിട്ടുള്ള വശം കൊണ്ട് നമ്മൾ, അതായത് BC സൈഡിനെ AE സൈഡുമായിട്ടും അതുപോലെ AC സൈഡിനെ AC സൈഡുമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സാക്ട്ലി ഒരേപോലെ ഇരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് BCക്ക് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും ACക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതല്ലേടാ നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് ആംഗിൾ which is equal to എന്താടാ? റിഫ്ലക്റ്റിംഗ് ആംഗിൾ അല്ലേ? ഇതല്ലേ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതും നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാ. ആൻഡ് യെസ്, ഓക്കെ, ഫൈൻ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ. അപ്പൊ നമ്മുടെ രണ്ട് ലോ, അതായത് ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷനും നമ്മൾ പ്രൂവ് ചെയ്തു. വിത്ത് ഫിഗർ വേണം നിങ്ങൾ അത് പ്രൂവ് ചെയ്യാൻ കേട്ടോ. വിത്ത് ഫിഗർ വേണം പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും മാർക്ക് ചെയ്യുക. ആൻഡ് ഞാൻ ഈ വരച്ച പോലെ മെസ്റ്റപ്പ് ആക്കിയിട്ട് വരയ്ക്കരുത്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഏതൊക്കെ സൈഡാണോ എഴുതുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്ത് എഴുതാം. ആംഗിൾസ് നിങ്ങൾ മെഷർ ചെയ്ത് വെക്കാം. ഓക്കെ, ആംഗിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ദിസ് I is equal to I. ഓക്കെ, കാരണം നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ കൃത്യമായിട്ട് നിങ്ങൾ ആംഗിൾസ് വരുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. സോ നമ്മളൊരു പ്രൂഫ് ഒക്കെ കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞ ലോസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ ഒരു രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. കൊഹിറന്റ് സോഴ്സും ഇൻകൊഹിറന്റ് സോഴ്സും. എന്താണ് കൊഹിറന്റ് സോഴ്സ്, എന്താണ് ഇൻകൊഹിറന്റ് സോഴ്സ്? കൊഹിറന്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല മക്കളെ, അതായത് സെയിം ഫ്രീക്വൻസി, ഓക്കെ, സെയിം ഫേസ് ഡിഫറൻസ്, സെയിം വേവ് ലെങ്ത്, ഓക്കെ, അതുപോലെ തന്നെ സെയിം ആംപ്ലിറ്റ്യൂഡ്. എക്സാമ്പിൾ ആണ് ലേസർ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കൊഹിറന്റ് ആണെന്ന് പറയും. ഓക്കെ, ആ ലൈറ്റിനെ നമ്മൾ എന്ത് പറയും? കൊഹിറന്റ് ആണെന്ന്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്തിനു പറയും? ഇൻകൊഹിറന്റ് ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ രണ്ട് സോഴ്സസ് കൊഹിറന്റ് ആണെന്ന് എങ്ങനെ പറയാം? യെസ്, ഈ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ്, ഈ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ്, ഇതിന്റെ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആ, ഇതിന്റെ രണ്ടിന്റെ ഫ്രീക്വൻസി സെയിം ആ, ഇതിന്റെ രണ്ടിന്റെ ഫേസ് ഡിഫറൻസ് സെയിം ആ, ഇതിന്റെ രണ്ടിന്റെ വേവ് ലെങ്ത് സെയിം ആ. അങ്ങനെയാണെങ്കിൽ ഇത് കൊഹിറന്റ് ആ. ഇത് രണ്ട് സോഴ്സസ് ഇൻകൊഹിറന്റ് ആണെന്ന് പറഞ്ഞാലോ, ഇങ്ങനെയുണ്ടൊരു വേവ് അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടൊരു ലൈറ്റ് വേവ്, ഇത് രണ്ടും എന്താണ്? ഇൻകൊഹിറന്റ് ആണ്. കാരണം എന്താണ്? ഇതിന്റെ സെയിം ആംപ്ലിറ്റ്യൂഡ് അല്ല, ഇതിന്റെ സെയിം ഫ്രീക്വൻസി വരുന്നില്ല, സെയിം ഫേസ് ഡിഫറൻസ് അല്ല. ക്ലിയർ? യെസ്. അപ്പം ഇതാണ് കൊഹിറന്റ് ആൻഡ് ഇൻകൊഹിറന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ. At a particular point in the medium, the resultant displacement produced by a number of waves is the vector sum of the displacement produced by each wave. അതായത് നമുക്കതാ ഇങ്ങനൊരു വേവ് ഉണ്ട്, ഇങ്ങനൊരു വേവ് ഉണ്ട്. ക്ലിയർ? യെസ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എനിക്കൊരു രണ്ടാമത്തെ ഒരു വേവ്, അതായത് ഒരു ലൈറ്റിന്റെ തന്നെ ആ ലൈറ്റിനെ നമ്മൾ വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? നോക്കിക്കേടാ, ഇവിടെ ദാ എക്സാക്ട്ലി ഇങ്ങനെയാണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ്, അതായത് ഈ രണ്ട് എന്താ പറയുക, രണ്ട് വേവ്സും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ലെറ്റ്സ് സേ ഫോർ എ ആൻഡ് ദിസ് ഇസ് ബി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താവും? സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി എ പ്ലസ് ബി. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ് എ മൈനസ് എ ആയിരിക്കാം, മൈനസ് ബി ആയിരിക്കാം. സോ അതിന്റെ സം ആയിരിക്കും ഇവിടെയും വരുന്നത്. ക്ലിയർ അല്ലടാ? യെസ്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ദാ നമ്മുടെ വേവ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, രണ്ടാമത്തെ വേവ് വരുന്നത് എക്സാക്ട്ലി 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ്. സോ നോക്കിക്കേടാ, ഇവിടെ ഒന്ന് നോക്കി കഴിയുമ്പോൾ ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. ഓക്കെ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡോ മൈനസ് എ ആണ്. സോ ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇന്റർഫറൻസ്, രണ്ട് വേവ്സ് തമ്മിൽ കൂടിച്ചേരുന്നതിനാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? യെസ്. അപ്പൊ രണ്ട് ടൈപ്പ് ഇന്റർഫറൻസ് ഉണ്ട്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, അതാണ് നമ്മൾ പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുന്നത്. ഇനി ഡിസ്ട്രക്റ്റീവ് ഉണ്ട്, അവിടെ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മിനിമം ആയിരിക്കും. ക്ലിയർ അല്ലടാ? അപ്പൊ നമ്മുടെ
ക്രസ്റ്റുകൾ തമ്മിൽ, അതായത് ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും എക്സാക്ട്ലി നോക്കിക്കേ ഇങ്ങനെയാണ് വരുന്നത്, ഇതും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും. ഇനി ഇവിടെ ഇങ്ങനെയും ഇവിടെ ഇങ്ങനെയും ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും. ക്ലിയർ അല്ലടാ? യെസ്. ഇനി അടുത്ത എന്താണ് ഒരു കാര്യം പറയാൻ പോകുന്നത്? നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും പറഞ്ഞു, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും പറഞ്ഞു. ഇനി ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പറയും കേട്ടോ. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ മറക്കരുത് ചോദിക്കാനായിട്ട്. യെസ്. അപ്പം ഏതാ നമ്മുടെ ഒരു സോഴ്സ് ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു പോയിന്റ് സോഴ്സ് S1 എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് S2. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിൽ ഇത് രണ്ടും കൂടെ മെർജ് ആവും. ഓക്കെ അല്ലേ? സോ നോക്കിക്കേ, ഇവിടെ നിന്ന് വന്നു. ഓക്കെ, ഇവിടെ ആക്കാം നമുക്ക് കേട്ടോ. ഡയറക്ഷൻ ഒന്ന് മാറിപ്പോയി. ഇനി അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഓക്കെ S2 നിന്നും വരുന്നത് ഇവിടെ നോക്കിക്കേടാ. ഇവിടെ പാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക? ലാംഡയുടെ ടേംസിൽ നമ്മൾ പറയാം. സോ നോക്കിക്കേ, ദിസ് ഇസ് 1, ഓക്കെ, ദിസ് ഇസ് 2, ഓക്കെ, ദിസ് ഇസ് 3 ആൻഡ് ദിസ് ഇസ് 4. അപ്പൊ ഫസ്റ്റത്തെ S1 ന്റെ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 ലാംഡയാണ്. ഇനി S2 ന്റെ ഒന്ന് നോക്കിക്കേടാ. S2 ന്റെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് 1 2 3 4 5 6. സോ S2 ന്റെ എത്രയാണ് പാത്ത് ലെങ്ത് വരുന്നത്? 6 ലാംഡ. ക്ലിയർ അല്ലേ? അപ്പൊ പാത്ത് ലെങ്ത് എന്താണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് പാത്ത് ലെങ്ത് S1 for S1, this is 4 lambda, S2 it is 6 lambda. ക്ലിയർ അല്ലേ? ഇനി പാത്ത് ഡിഫറൻസ് ഉണ്ട്. ആ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിലുള്ള ചേഞ്ച് ആണ്. ദാറ്റ് ഇസ് 2 lambda. ഓക്കെ, ഈ പാത്ത് ഡിഫറൻസിനെ തന്നെ നമുക്ക് എങ്ങനെ പറയാം? ലാംഡ ബൈ 2π ഇൻറ്റു 5. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. പാത്ത് ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2π ഇൻറ്റു 5. അപ്പൊ ഈ ലാംഡയും അല്ലെങ്കിൽ പാത്ത് ലെങ്ത്തും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഫേസ് ഡിഫറൻസും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഒരു വേവ് എന്ന് വിചാരിക്കും. ഓക്കെ, ദിസ് ഇസ് π ബൈ 2, ദിസ് ഇസ് π ആൻഡ് ദിസ് ഇസ് 3π ബൈ 2 ആൻഡ് ദിസ് ഇസ് 2π. ഓക്കെ, സോ ഒരു 1 വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഡ അല്ല അതിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇത് വരുന്നത്. സോ യെസ്, അപ്പം വേവ് ലെങ്ത് ലാംഡ എന്ന് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2π. ഓക്കെ, ഒരു വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ലാംഡ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ വേവ് ലെങ്ത് ഉള്ള ഒരു വേവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ഫേസ് ഡിഫറൻസ് എന്താണ്? 2π ആണ്. ക്ലിയർ? സോ ലാംഡ ബൈ 2π into path length, sorry, path difference which is equal to നമുക്ക് എന്ത് പറയാം? 5 പറയാം. സോറി, 2π by lambda. ഓക്കെ, ഇതിന് നമ്മൾ 5 കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് 2π by lambda into ക്ലിയർ? ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാത്ത് ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോടാ? യെസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് റിസൾട്ടന്റ് ഇന്റൻസിറ്റി. ഓക്കെ, റിസൾട്ടന്റ് ഇന്റൻസിറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. യെസ്, അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയിലോട്ട് നമ്മൾ വരുവാണ്. അപ്പം റിസൾട്ടന്റ് ഇന്റൻസിറ്റി, അപ്പൊ രണ്ട് വേവ് എന്താ പറയാ കൂടിച്ചേരുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം I is equal to I1 plus I2 plus 2 into root I1 I2 cos phi. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് I1 is equal to I2 which is equal to I0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, I will be equal to I0 plus I0 that is 2I0 plus 2 into I0 into I0 that is I0 square. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? I0 വരും. ഓക്കെ, into cos phi. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂടെ എഴുതാം. 2I0 പുറത്തേക്ക് എടുത്തിട്ട് 1 plus cos phi എന്ന് എഴുതി കഴിഞ്ഞാലും തെറ്റില്ല. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി മാക്സിമം ഇന്റൻസിറ്റി എപ്പോഴായിരിക്കും? മാക്സിമം ഇന്റൻസിറ്റി എപ്പോഴായിരിക്കും? കോസ് ഫൈന്റെ വാല്യൂ 1 വരുമ്പോൾ. ഓക്കെ, സോ ഞാൻ മാക്സിമം ഇന്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യുവാണ്. ദാറ്റ് ഇസ് 2I0 into 1 plus cos phi ന്റെ വാല്യൂ എന്താണ്? 1. സോ ദിസ് വിൽ ബി 4I0. ഇതാണ് മാക്സിമം ഇന്റൻസിറ്റി. ഇനി മിനിമം ഇന്റൻസിറ്റി ഒന്ന് നോക്കിക്കേ. മിനിമം ഇന്റൻസിറ്റി എന്തായിരിക്കും? യെസ്, cos phi ന്റെ വാല്യൂ -1 വരുമ്പോൾ. -1 വരുമ്പോൾ എത്രയാടാ വരിക? -1 വരുമ്പോൾ ഇവിടെ എന്താ കിടക്കുന്നത്? യെസ്, 2I0 into നമുക്ക് എന്താ പറയാ ഈ സംഭവത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? യെസ്, ഈ ഒരു ഇക്വേഷൻ എടുക്കുക. ഈ ഒരു ഇക്വേഷൻ എടുത്തു. ഈ ഒരു ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് പറയാം root of I1 minus root of I2 the whole square. Okay, exactly. I maximum നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? I1 plus root of I2 the whole square.
ഓക്കെ, ഇതിനെ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കോസ് ഫൈന്റെ വാല്യൂ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ മാക്സും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഐ മാക്സും ഐ മിനിമം പറയാം. ഓക്കെ, വൺസ് ഐ ഇസ് ഈക്വൽ ടു I1 is equal to I2 is equal to I0 ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രീക്വൻസി വരുന്നത് 4I0 ആയിരിക്കും, മിനിമം വരുന്നത് 0 ആയിരിക്കും. ഇനി ഈ ഒരു ഇക്വേഷൻ ആണ്, അതായത് I1 is not equal to I2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? മാക്സിമം ഐ മാക്സ് ഇന്റൻസിറ്റി മാക്സിമം വരുന്നത് എങ്ങനെയാണ്? യെസ്, റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ഹോൾ സ്ക്വയർ. ഒന്ന് നോക്കിക്കേ, റൂട്ട് ഓഫ് I1 സ്ക്വയർ എന്ന് പറയുമ്പോൾ I1 പ്ലസ് റൂട്ട് ഓഫ് I2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് I2 സ്ക്വയർ ആണ് വരുന്നത് അല്ലെ, പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് I1 റൂട്ട് ഓഫ് I2 അല്ലേ. സോ ഇതിൽ കോസ് ഫൈന്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ +1 വരും. ഇനി കോസ് ഫൈന്റെ വാല്യൂ മിനിമം, അതായത് മിനിമം ഐ മാക്സ് ഐ മിനിമം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ കോസ് ഫൈന്റെ വാല്യൂ മൈനസ് വരും. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? യെസ്. കാരണം എന്താണ്, കോസ് ഫൈയുടെ വാല്യൂ -1 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ -1 ആയിരിക്കും അല്ലെ, -2 റൂട്ട് ഓഫ് I1 I2 ആയിരിക്കും വരിക. അപ്പം അത് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ദിസ് വൺ. ഇതിനെ എക്സ്പാൻഡ് ചെയ്താലല്ലേ ഇത് കിട്ടുന്നത്. ക്ലിയർ അല്ലടാ? സോ റിസൾട്ടന്റ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഹൈജീൻസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹൈജീൻസിന്റെ ഈ ഒരു തിയറത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ റൂട്ടഡ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടന്നപ്പോഴാണ് കൂടുതൽ ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് ആകാം എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയത്. സോ എടാ മക്കളെ, നമുക്കൊരു ഇൻകോഹറന്റ് സോഴ്സ് കൊഹറന്റ് സോഴ്സ് വാട്ട് എവർ ഇറ്റ് മേ ബി ഉണ്ട്. ഓക്കെ, ഇൻകോഹറന്റിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സൺലൈറ്റ് ആണ് കേട്ടോ. സോ ഈ സൺലൈറ്റിനെ തന്നെ നമുക്ക് എന്താക്കാം? കൊഹറന്റ് ആക്കാം. എന്ത് ചെയ്താൽ മതി? ഒരു കുഞ്ഞു സ്ലിറ്റിലൂടെ നമ്മൾ കടത്തി വിട്ടാൽ മതി. ഓക്കെ അല്ലെ, ഒരു കുഞ്ഞു സ്ലിറ്റിലൂടെ കടത്തി വിട്ടാൽ മതി. അങ്ങനെ ഒരു കുഞ്ഞു സ്ലിറ്റിലൂടെ നമ്മൾ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഇൻകൊഹിറന്റ് ആയത് എന്താവും? കൊഹിറന്റ് ആവും. അങ്ങനെ നമ്മളൊരു കൊഹിറന്റ് ലൈറ്റ് സോഴ്സിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ ചെയ്യുക? യെസ്, ഇതേപോലെ 2 സ്ലിറ്റിലൂടെ കടന്നു വിടും. അങ്ങനെ കടന്നു വിടുമ്പോൾ നമുക്കറിയാം, സ്ലിറ്റിലൂടെ കടന്നു വിടുമ്പോൾ എന്തായിരിക്കും? സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടിനെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. എക്സാക്ട്ലി 2 സ്ഥലത്തും എന്താവും? ഇതേപോലെ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് വരും. സോ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് അല്ലെ, ഈ വേവ് ഫ്രണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. സോ ഈ ഇന്റർഫിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മേ ബി കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഉണ്ടായിരിക്കാം. കൺസ്ട്രക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുവാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റീജിയൻ ആയിരിക്കും കാണാം. ഇനി അതല്ല, ഇത് രണ്ടും കൂടെ മിനിമം ആയിട്ട് അല്ലെങ്കിൽ മിനിമം 0 പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും? ഒരു ഡാർക്ക് റീജിയൻ ആയിരിക്കും കാണാം. ഓക്കെ അല്ലെ? സോ വൺസ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടന്ന സമയത്ത് ഒരു സ്ലിറ്റിലൂടെ സൺലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞപ്പം കൊഹിറന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സ് നമുക്ക് കിട്ടി. ആ ലൈറ്റ് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? കൊഹിറന്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ്. ഈ ഫസ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു സിംഗിൾ സ്ലിറ്റിലൂടെ കടത്തി വിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പർപ്പസ് എന്താണ്? ഇൻകൊഹിറന്റിനെ കൊഹിറന്റ് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്ട്ലി നമുക്ക് ഒരു കൊഹിറന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നേരെ നമുക്ക് ഈ ഡബിൾ സ്ലിറ്റിൽ വെച്ച് തുടങ്ങിയാൽ മതി. സോ ഡബിൾ സ്ലിറ്റിലൂടെ കടത്തി വിടുമ്പോൾ കൊഹിറന്റ് ആയിട്ടുള്ള 2 വേവ് ഫ്രണ്ടുകൾ ഈ സ്ലിറ്റിലൂടെ പോകും. സോ സ്ലിറ്റിലൂടെ പോകുന്ന വേവ് ഫ്രണ്ട് ഓക്കെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ആയിരിക്കും ഇങ്ങനെ വരിക. ഓക്കെ, സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്നതാണെങ്കിൽ സിലിണ്ടറിക്കൽ ആണ് കേട്ടോ. നേരത്തെ സ്പിരിക്കൽ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സോ എനിവേ ഒരു സ്ലിറ്റിലൂടെ പോകുന്നതാണെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. സോ ഈ 2 സ്ലിറ്റിലും കൂടെ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടുകൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. ഓക്കെ അല്ലെ? ഇത് തമ്മിൽ എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. അങ്ങനെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? യെസ്, സ്ക്രീനിൽ ഒരു പാറ്റേൺ വരും. ആ പാറ്റേൺ രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഇന്റൻസിറ്റി ഉള്ളതാണ് കിട്ടുന്നതെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും, അവിടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആയിരിക്കും. ഇനി മിനിമം ആണെന്നുണ്ടെങ്കിലോ അത് ഒരു ഡാർക്ക് റീജിയൻ ആയിരിക്കും. അങ്ങനെ ഒരു പാറ്റേൺ കിട്ടി. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് റീജിയൻസ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നു വരുവാണ്. അങ്ങനെ കിട്ടുന്ന സ്ക്രീനിൽ കിട്ടുന്ന ആ ഒരു പാറ്റേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർഫറൻസ് പാറ്റേൺ. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴി നമുക്ക് ഓരോ ഈ കുഞ്ഞു ബാൻഡുകൾ ഉണ്ടല്ലോ, ബ്രൈറ്റ് ഡാർക്ക്, ഇതിന്റെ എല്ലാം വിഡ്ത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, വിഡ്ത്ത് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഈ ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർഫറൻസ് വേവ്സ് ആണ് കാണിക്കുക. ഓക്കെ, ഈ ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് വേവ്സ് മാത്രമാണ്. സോ ലൈറ്റ് ഇന്റർഫറൻസ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്താണ്? ഒരു വേവ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, സിമ്പിൾ അല്ലടാ? ലൈറ്റ് ഒരു വേവ് ആണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താണ്? അത് വേവ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതലായിട്ട് ഈ ഹൈജീൻസ് പ്രിൻസിപ്പിളിനെ സാധൂകരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ YDSC എന്ന് പറഞ്ഞ് നമ്മൾ ഷോർട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു സോഴ്സ് നമ്മൾ പറഞ്ഞത് എന്തിനാണ്? കൊഹിറന്റിനെ ഇൻകൊഹിറന്റിനെ കൊഹിറന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ 2 സ്ലിറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ S1 ഉം S2. ഓക്കെ അല്ലടാ? S1 ഉം S2 എന്ന് പറയുന്ന 2 സോഴ്സസ് ഉണ്ട്, 2 സ്ലിറ്റുകളുണ്ട്.
അപ്പം ഈ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇതാണ് ഫസ്റ്റ് സ്ലിറ്റ്, ഇതാണ് സെക്കൻഡ് സ്ലിറ്റ്. ദിസ് ഇസ് S1 ആൻഡ് ദിസ് ഇസ് S2. സോ ഈ രണ്ട് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ഡി. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് ഡി. ഓക്കെ, യെസ്. ഇനി ഈ നമ്മുടെ ഈ സോഴ്സും അല്ലെങ്കിൽ ഈ സ്ലിറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ക്യാപിറ്റൽ ഡി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ബിഫോർ ദാറ്റ് ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യുവാണ്. യെസ്. സോ എടാ നോക്കിക്കേ, ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, S2 ൽ നിന്നും ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് എനിക്ക് കിട്ടും ഡി ആണെന്ന് കിട്ടും. ഇത് ഞാൻ എക്സാക്ട്ലി ഈ രണ്ട് സ്ലിറ്റ് ഇരിക്കുന്നതിന്റെ സെന്ററിൽ നിന്ന് വരച്ച ഒരു ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദിസ് ഇസ് D/2 ആൻഡ് ദിസ് വിൽ ബി അഗെയിൻ D/2. ക്ലിയർ അല്ലേ? D/2 ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഞാൻ അവിടെ D/2 മാത്രമേ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം കിട്ടിക്കാണും എങ്ങനെയാണ് D/2 വന്നേന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ D/2 ആൻഡ് ഹിയർ ഇറ്റ് ഇസ് അഗെയിൻ D/2. ക്ലിയർ? യെസ്. ഇനി നോക്കിക്കേടാ, ഈ സോഴ്സിൽ നിന്നും ഒരുപാട് വേവ്ലെറ്റ്സ് ഫോം ചെയ്യും അല്ലെ? ഇതാണ് നമ്മുടെ സോഴ്സ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരുപാട് വേവ്ലെറ്റ്സ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരുപാട് വേവ്ലെറ്റ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിലൊരു വേവ്ലെറ്റ് P എന്ന് പറയുന്ന പോയിന്റിലെത്തി. ആൻഡ് ഇതേപോലെ തന്നെ S2 ഒരു വേവ്ലെറ്റും ഇതേപോലെ എന്ത് ചെയ്യും? Pയിലെത്തി. അപ്പം അവർ തമ്മിൽ എന്ത് ചെയ്തു? ഒരു ഇന്റർഫറൻസ് സംഭവിച്ചു. ഓക്കെ, ഒരു ഇന്റർഫറൻസ് സംഭവിച്ചു. അപ്പൊ എന്താ മിസ്, വേവ്ലെറ്റ് അല്ലെ, വേവിനെ പോലെ വരയ്ക്കാതെ എന്തുകൊണ്ട് അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കും? വേവ് ലെങ്ത് കുറവാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ? ഓൾ സെറ്റ്? യെസ്. ഇനി ഞാൻ ഇവിടെ ഒരു പേരും കൂടെ കൊടുത്തേ, AB എന്ന് കൊടുത്തു കേട്ടോ. AB എന്ന് കൊടുത്തു. ആൻഡ് ഈ സെന്റർ പോയിന്റിനെ ഞാൻ O എന്ന് വിളിച്ചു. P എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ കൺസിഡർ ചെയ്യുവാണ് nth ബാൻഡ് ഫോം ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ അല്ല, nth ബാൻഡ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിച്ചു? X എന്ന് വിളിച്ചു. അതായത് സെന്ററിൽ നിന്നും, ഓക്കെ, ഇപ്പം ഈ രണ്ട് സ്ലിറ്റുകളും വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ലിറ്റുകളുടെ സെന്ററിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? ദാറ്റ് ഇസ് XN. nth ബാൻഡ് ആണ്. ഓക്കെ, അതിനിപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബാൻഡുകൾ ഉണ്ടാവും. മുകളിലാണെങ്കിൽ XN+1 ആയിരിക്കും, താഴെയാണെങ്കിലോ XN-1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഇത് ക്ലിയർ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, 4 മാർക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു XN ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ട്രയാങ്കിൾ S1AP. ഓക്കെ, ട്രയാങ്കിൾ S1AP. S1AP എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൽ എനിക്ക് കിട്ടേണ്ടത് S1P². ഓക്കെ, S1P². കാരണം അൾട്ടിമേറ്റ് എന്റെ ലക്ഷ്യം എന്താണ്? പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S2P മൈനസ് S1P ആണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി ഞാൻ ആദ്യം S1P² കണ്ടുപിടിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? യെസ്, ദിസ് സൈഡ്, ഈ സൈഡ് എന്താണ്? ഈ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D ആണ് അല്ലെ? സോ D² പ്ലസ് ദിസ് സൈഡ്. ഓക്കെ, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹാഫ് മുതൽ ഈ P വരെയുള്ള ഡിസ്റ്റൻസ് XN ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിന് എനിക്ക് എന്ത് പറയാം? XN മൈനസ് D/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം അല്ലെ? XN മൈനസ് D/2 ദ ഹോൾ സ്ക്വയർ. ഇനി ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. D² പ്ലസ് XN² മൈനസ് 2D/2 XN പ്ലസ് XN². ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോറി, XN² അല്ല, D²/4. ഓക്കെ, D²/4. അപ്പൊ നമുക്കറിയാം ഈ D² അല്ലെങ്കിൽ D എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ D²/4 നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? D² പ്ലസ് XN² മൈനസ് XND. ഓക്കെ, ക്ലിയർ? യെസ്, ക്ലിയർ അല്ലടാ? ഇത്രയും എനിക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിളും കൂടെ കൺസിഡർ ചെയ്യുവാണ്. ദാറ്റ് ഈസ് S2BP. ഓക്കെ, S2BP എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും ഞാൻ കൺസിഡർ ചെയ്യുവാണ്. അഗൈൻ എക്സാക്ട്ലി ദ സെയിം തിങ്. എനിക്ക് വേണ്ടത് S2P² ആണ് ദിസ് സൈഡ്. സോ ദാറ്റ് വിൽ ബി D² പ്ലസ് ഇവിടെ ഇത്രയും വരെ നമുക്കറിയാം എന്താണ്? XN ആണ്. ഇവിടെ വരെ നമുക്കറിയാം D/2 ആണ്. സോ XN പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുവാണ്. D² പ്ലസ് XN² പ്ലസ് 2D/2 XN into D²/4. അഗൈൻ ഈ ഒരു ടേമിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, എന്താണ് എഴുതാൻ പറ്റുക? S2P² which is equal to D² plus XN² plus 2 ക്യാൻസൽ ആയി XND എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ വരെ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ നമുക്ക് S1P² കിട്ടി, S2P² കിട്ടി. ഓക്കെ അല്ലേ? നമുക്കറിയാം പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ S2P മൈനസ് S1P ആണ്.
അല്ലേടാ? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഇതിനെയും കൊടുത്തു. അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 2 നിന്നും 1 മൈനസ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം എന്താ നമുക്ക് കിട്ടാന്നുള്ളത്. സോ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സ്ക്വയർ പ്ലസ് എക്സ് എൻ സ്ക്വയർ പ്ലസ് എക്സ് എൻ ഡി മൈനസ് എന്താണ്? ഡി സ്ക്വയർ മൈനസ് എക്സ് എൻ സ്ക്വയർ പ്ലസ് എക്സ് എൻ ഡി. ഓക്കെ, കാരണം ഈ മൈനസ് ഉള്ളിലോട്ട് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അപ്പം ഇവിടുത്തെ പ്ലസ് ഡി സ്ക്വയറും മൈനസ് ഡി സ്ക്വയറും പോയി, പ്ലസ് എക്സ് എൻ സ്ക്വയറും മൈനസ് എക്സ് എൻ സ്ക്വയറും പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവസാനം എന്താ കിട്ടുക? 2xnd എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? s2p സ്ക്വയർ മൈനസ് s1p സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദാറ്റ് ഇസ് s2p മൈനസ് s1p ഇൻറ്റു s2p പ്ലസ് s1p. ഇതല്ലടാ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിലേഷൻ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 2xnd എന്ന് എനിക്ക് കിട്ടിയത് എന്താണ്? s2p സ്ക്വയർ മൈനസ് s1p സ്ക്വയർ. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി കൃത്യമായിട്ട് ഒരു ഇന്റർഫറൻസ് പാറ്റേൺ വരണമെങ്കിൽ ഈ s2p എന്ന് പറയുന്നതും s1p എന്ന് പറയുന്നതും ഏറെക്കുറെ ആരോട് ഈക്വലന്റ് ആവണം? ഈ സ്ക്രീനും അതുപോലെ തന്നെ സോഴ്സും തമ്മിലുള്ള ഡിഫറൻസിന് ഈക്വൽ ആവണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്? 2d എന്ന് ഇടുവാണ് കേട്ടോ. ഓക്കെ, അവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്? 2d എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. ഓക്കെ അല്ലേ? എക്സാക്ട്ലി ഈക്വൽ. അങ്ങനെ എക്സാക്ട്ലി ഈക്വൽ ആണെങ്കിൽ s2pയും s1pയും 0 ആയിട്ട് പോകില്ലേ മിസ്സേ? അങ്ങനെ നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, കാരണം എന്താണ്? ഇതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഇതാ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് അല്ലെ? ഇതല്ലേ പാത്ത് ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ്, പാത്ത് ഡിഫറൻസ് ഇൻറ്റു 2d വിച്ച് ഇസ് ഈക്വൽ ടു 2xnd. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പാത്ത് ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു 2xnd ഡിവൈഡഡ് ബൈ 2d. 2 ക്യാൻസൽ ആയിപ്പോ നമുക്ക് കിട്ടി xnd ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. മുകളിൽ ഏത് ഡി ആണ്? ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നമുക്ക് കിട്ടി പാത്ത് ഡിഫറൻസിന്റെ വാല്യൂ എന്താണ്? xnd ബൈ ഡി. ഇനി പാത്ത് ഡിഫറൻസ് അല്ല, നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത്, ബീറ്റ എന്ന് പറയുന്ന ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് നമുക്ക് വേണ്ടത്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എനിക്കറിയാം xn എന്ന് പറഞ്ഞ ഇപ്പൊ എന്താണ്? ഡെൽറ്റ ഡി ബൈ ഡി ആണ് അല്ലെ? ഡെൽറ്റ ഡി ബൈ ഡി ആണ് xn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുവാണ് ഈ പാത്ത് ഡിഫറൻസിനെ ഞാൻ n ലാംഡ ആയിട്ട് എടുത്തു. ഓക്കെ, n ലാംഡ ആയിട്ട് എടുത്തു. ഓക്കെ അല്ലേ? അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ n ലാംഡ എടുത്തു. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് xn പ്ലസ് 1 മൈനസ് xn ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബീറ്റ ഫ്രിഞ്ച് ഡിഫറൻസ് കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് xn പ്ലസ് കണ്ടുപിടിച്ചൂടെ? ദാറ്റ് ഈസ് n പ്ലസ് 1 ഇൻറ്റു ലാംഡ ഡി ബൈ ഡി. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഞാൻ xn കണ്ടുപിടിച്ചു. ദെൻ xn പ്ലസ് 1 കണ്ടുപിടിക്കാൻ എനിക്ക് n-ന്റെ അവിടെ n പ്ലസ് 1 ഇട്ടാൽ മതി. ഇത് രണ്ടും ഞാൻ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ n പ്ലസ് 1 ഇൻറ്റു ലാംഡ ഡി ബൈ ഡി മൈനസ് n ലാംഡ ഡി ബൈ ഡി വിച്ച് ഇസ് ഈക്വൽ ടു ബീറ്റ ദ ഫ്രിഞ്ച് ഡിഫറൻസ്. സോ നോക്കിക്കേടാ, n ലാംഡ ഡി ബൈ ഡി പ്ലസ് ലാംഡ ഡി ബൈ ഡി മൈനസ് n ലാംഡ ഡി ബൈ ഡി. ഇതും ഇതും ക്യാൻസൽ ആയിപ്പോയി. എനിക്ക് കിട്ടി ലാംഡ ഡി ബൈ ഡി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ബീറ്റ. ക്ലിയർ? സോ എനിക്ക് ഫ്രിഞ്ച് വിഡ്ത്തിന്റെ വാല്യൂ കിട്ടി ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഡി ബൈ ഡി. ഇത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ. ഇനി ഡിസ്ട്രക്റ്റീവ് ആണെങ്കിലോ ഞാൻ പാത്ത് ഡിഫറൻസിന് എന്ത് കൊടുക്കും? 2n മൈനസ് 1 ഇൻറ്റു ലാംഡ ബൈ 2 കൊടുക്കും. ഓക്കെ, ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ ഞാൻ കൊടുത്തു ഡെൽറ്റ വിച്ച് ഇസ് ഈക്വൽ ടു n ലാംഡ. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും? 2n മൈനസ് 1 ഇൻറ്റു ലാംഡ ബൈ 2 എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ മാക്സിമ പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ മാക്സിമ വരുന്നത് എപ്പോഴാണ്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുമ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. ഇനി മിനിമം വരുന്നത് എപ്പോഴാണ്? യെസ്, നമ്മുടെ പാത്ത് ഡിഫറൻസ് ഈ ഒരു വാല്യൂ വരുമ്പോൾ അവിടെ ഡാർക്ക് ബാൻഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബ്രാഞ്ചസ്, ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ഡിഫ്രാക്ഷൻ ആണ്. സോ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫ്രാക്ഷനും പോളറൈസേഷനും ആണ് ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. സോ തീർച്ചയായിട്ടും മക്കളെ നമ്മൾ നെക്സ്റ്റ് ഡേ ഇത് കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. സോ നിങ്ങൾക്ക് ഇനി MVSAT ആരും എന്താ പറയുക ചെയ്തിട്ടില്ല എങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ഫ്രീ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ടെസ്റ്റ് ഓൺലൈൻ ആയിട്ട് 24/7 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതായത് ഈ വരുന്ന ദിവസം ഡിസംബർ 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വേവ് ഒപ്റ്റിക്സിൽ ഇത്രയും പോർഷനിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ത്രൂ ദ കമന്റ് ബോക്സ് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞു, ഞാൻ അതിന്റെ സൊല്യൂഷൻ പറയും. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ തന്നെ വേണമെങ്കിൽ ടെലഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് ചെയ്ത് തരാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇനി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ
ഡെയിലി ബേസ് നിങ്ങൾക്ക് വീക്കിലി വൈസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ടാക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രൂപ്പിലിടുന്നുണ്ട്. അവിടെ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഗൂഗിൾ ഫോം കിട്ടും. ആ ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ആഡ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആഡ് ഫയൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസ് തരുന്നതായിരിക്കും. ഓക്കെ അല്ലടാ? സോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതോ ബുദ്ധിമുട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യണം. സോ മക്കളെ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.